ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ തന്ന ഈ മുണ്ടും ഷർട്ടും ചിലപ്പോ ഞാൻ ഇടും. അത് പക്ഷേ ഇന്നത്തെ ദിവസമല്ല, പിന്നെ നീ ചാകുന്ന ദിവസം. ഈ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അയാളോടുള്ള സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ അല്ല, വെറും ഡ്രാമ. എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ഗിഫ്റ്റ് അയാൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇത് കൊടുത്താൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും? നോക്കാം. ഒന്നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. നിങ്ങൾക്കിത് കേൾക്കുമ്പോ പുച്ഛമാണെന്ന് എനിക്കറിയാം. ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ടല്ലോ. രാവിലെ തന്നെ നീ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കരുത്. നിങ്ങൾ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇത് വാങ്ങിയത്. എന്താ ഇത്? വെഡിങ് ആനിവേഴ്സറി ഡേയിൽ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന സമ്മാനം. ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തതാ. ഒരു മുണ്ട് ഷർട്ടുവാ. ഇത് ധരിച്ചോണ്ട് എന്റെ കൂടെ അമ്പലത്തിൽ വരണം. ഓ, അത് ശരി. അപ്പൊ ഇതിനാണ് കുറച്ചു നേരമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നിന്നത് അല്ലേ? എന്നിട്ട് പറ, ഞാൻ ഇനി എന്തൊക്കെ ചെയ്യണം? ആദ്യം നിങ്ങള് ഈ മുണ്ട് ഷർട്ടൊന്ന് വാങ്ങ്. എനിക്കും ഇതുപോലെ ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാവുന്നതേ ഉള്ളൂ. സാധാരണ ഭർത്താക്കന്മാരൊക്കെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുപോലെ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാറുണ്ട്. അതിന് ഞാനൊരു സാധാരണ ഭർത്താവല്ലല്ലോ. സ്വന്തം ഭാര്യ 6-7 കൊല്ലം തടവിലിട്ട് പീഡിപ്പിച്ച ഭർത്താവല്ലേ. എന്നിട്ടിപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ജീവിക്കുന്നതിൽ അത്ഭുതം. അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണല്ലോ പറയാറ്. ഇനി അതൊക്കെ മറന്ന് നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണം. അപ്പോ അതാണ് പ്ലാൻ. അതിനാണ് ഈ മുണ്ട് ഷർട്ടും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഇറങ്ങി തിരിച്ചത്. കഷ്ടം. എടീ, നീ തന്ന ഈ മുണ്ട് ഷർട്ടും ചിലപ്പോ ഞാൻ ഇടും. അത് പക്ഷേ ഇന്നത്തെ ദിവസമല്ല, പിന്നെ നീ ചാകുന്ന ദിവസം. അന്ന് ഞാനൊരു പുതിയ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് സന്തോഷത്തോടെ നീ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോയി ദൈവങ്ങളോട് നന്ദി പറയാം. അവളൊരു ഷർട്ട് മുണ്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നാണമില്ലേടി നിനക്ക്? ദേ, ഇത്തരം നാടകങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞു. കുറച്ചുകൂടി പുതിയ ഐറ്റം വല്ലതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ശരി, ഞാൻ തന്നത് നിങ്ങൾ വലിച്ചെറിഞ്ഞു. പക്ഷേ നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരണം. അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി എനിക്ക് നിന്റെ കൂടെ അമ്പലത്തിൽ വരാൻ മനസ്സില്ല. എനിക്ക് വേറെ പണിയുണ്ട്. നന്ദേട്ടാ, ക്ഷേത്രത്തിൽ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷെ നിങ്ങൾ എവിടെ പോയാലും വൈകുന്നേരത്തെ അച്ഛൻ തീരുമാനിച്ച ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഞാനെന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് എല്ലാവരും അറിയും. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. ഇനി എനിക്കതിൽ ഭയമില്ല. അത് കേട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള ഭീഷണിയും വേണ്ട. എന്റെ കാര്യത്തിൽ ഇനി തീരുമാനം എടുക്കുന്നത് ഞാനാ. അതുകൊണ്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചൊരങ്ങ് തനിയെ ആഘോഷിച്ചാൽ മതി. പക്ഷേ ഇത് നെല്ലിശ്ശേരി വീട്ടിലെ നിന്റെ അവസാനത്തെ ആഘോഷമായിരിക്കും. അത് നീ ഓർത്തോ?
നീ എങ്ങോട്ട് പോകുന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചില ജോലികളുണ്ട്. നീ ഒരു മനുഷ്യനാണോ? ഭാര്യയും ഭർത്താവും ആവുമ്പോൾ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുന്നത് നല്ല ശീലമല്ല. അച്ഛാ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കല്പം ധൃതിയുണ്ട്. ഇന്ന് നിങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ്. ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകാതെ ലീവ് എടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഇന്ന് ഓഫീസിൽ പോകണ്ട. അത് പറ്റില്ല അച്ഛാ, എനിക്ക് പോയേ പറ്റൂ. നീ എന്തിനാ നന്ദ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് നിങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഇന്ന് മാത്രം എന്താ ഒരു പ്രത്യേകത? എന്നും എല്ലാവരും ഒരുമിച്ചിരുന്നല്ലേ ആഹാരം കഴിക്കുന്നത്. ഡൈനിങ് ടേബിളാണ് കുടുംബസ്നേഹത്തിന്റെ ആധാരം എന്നാണല്ലോ അച്ഛൻ എപ്പോഴും പറയാറ്. പക്ഷേ അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ ഞാൻ കണ്ടിട്ടില്ല. അത് നിന്റെ കാഴ്ചയുടെ കുഴപ്പമാണ്. ഇവിടെ എല്ലാവരും തമ്മിൽ ഇപ്പൊ നല്ല സ്നേഹത്തിലാണ്. നിനക്കും അവന്തിക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോണം. ഞാൻ നിന്റെ അച്ഛനാ. എന്റെ വാക്ക് നീ കേട്ടേ പറ്റൂ. ടൗണിലെ ബേക്കറിയിൽ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ ആ കേക്കും വാങ്ങിച്ചുകൊണ്ട് വേണം വരാൻ. എല്ലാവരും ചേർന്ന് നിങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എനിക്കിന്ന് കുറേയേറെ അത്യാവശ്യ മീറ്റിങ്ങുകളുണ്ട്. വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. എന്റെ വാക്കുകൾ അവൻ ധിക്കരിക്കില്ല. അത് അച്ഛന്റെ വിശ്വാസമല്ലേ? പക്ഷേ അച്ഛന്റെ മോനിപ്പോ ഒരുപാട് മാറിപ്പോയി. ആനിവേഴ്സറി ആഘോഷിക്കാൻ നന്ദേട്ടൻ വരുന്ന എനിക്കൊരുറപ്പുമില്ല. അച്ഛൻ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ നീ വിഷമിക്കണ്ട, അവൻ വരും. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.